ജനങ്ങളെ, ഞാൻ കടിയങ്ങാട് അപ്പനെ പറ്റി, കടിയങ്ങാട് ശാസ്താവിനെ പറ്റി, കടിയങ്ങാട് അമ്മയെ പറ്റി, കടിയങ്ങാട് ഗണപതിയെ പറ്റി ഒക്കെ ഒരുപാട് ഭക്തിഗാനങ്ങൾ ഞാൻ എൻ്റെ ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. കടിയങ്ങാട് അപ്പൻ്റെ ഭക്തിഗാനം ഞാൻ അവിടെ വെച്ച് ചൊല്ലിയിട്ടുണ്ട് സപ്താഹവേദിയിൽ. പിന്നെ ഇപ്പം ഞാനൊരു പുതിയ പാട്ട് എഴുതിയിട്ടുണ്ട് കടിയങ്ങാട് അപ്പൻ്റെ. അത് ഞാൻ എൻ്റെ യൂട്യൂബിലേക്ക് കയറ്റുന്നുണ്ട്. അത് കാണുന്ന നിങ്ങളേവരും ഒരു സബ്സ്ക്രൈബറും ഒരു ലൈക്കും എനിക്ക് തരണേ, മറക്കല്ലേ. കടിയങ്ങാടപ്പൻ്റെ തിരുമുൻപിലായി നിറകണ്ണുമായി ഞാൻ കാത്തുനിന്നു. നിറദീപം തെളിയുമ്പോൾ ഒരു നോക്കു കാണുവാൻ തിക്കിത്തിരക്കി ഞാൻ മുന്നിലെത്തി. എൻ്റെ കടിയങ്ങാടപ്പൻ്റെ മുന്നിലെത്തി. കടിയങ്ങാടപ്പൻ്റെ തിരുമുൻപിലായി നിറകണ്ണുമായി ഞാൻ കാത്തുനിന്നു. നിറദീപം തെളിയുമ്പോൾ ഒരു നോക്കു കാണുവാൻ തിക്കിത്തിരക്കി ഞാൻ മുന്നിലെത്തി. എൻ്റെ കടിയങ്ങാടപ്പൻ്റെ മുന്നിലെത്തി. കടിയങ്ങാടപ്പൻ്റെ തിരുമുഖം കാണുവാൻ ഈറനൊടുത്തു ഞാൻ തൊഴുതു നിന്നു. ഞാൻ കോവിലിൽ മുന്നിലായി കാത്തുനിന്നു. 100 ദുഃഖങ്ങളുള്ളിലൊതുക്കി ഞാൻ നാമമന്ത്രങ്ങൾ ഉരുവിട്ടു തൊഴുതു നിന്നു. എൻ്റെ കടിയങ്ങാടപ്പനെ കാത്തുനിന്നു. ഒരു ദുഃഖമെങ്കിലും പൂവായി വിരിയുവാൻ എൻ്റെ കടിയങ്ങാടപ്പനെ തൊഴുതു നിന്നു. നിറകണ്ണുമായി ഞാൻ കാത്തുനിന്നു. കടിയങ്ങാടപ്പൻ്റെ മുന്നിൽ സമർപ്പിക്കാൻ തുളസീദളമാല കൊണ്ടു ചെന്നു. ഞാൻ ഭക്തിയോടെ മാല കൊണ്ടു ചെന്നു. തൃപ്പടിക്കൽ മാല വെച്ചു ഞാൻ എന്നുടെ ദുഃഖവും ദുരിതവും എണ്ണിയല്ലോ. എൻ്റെ കടിയങ്ങാടപ്പനോടെണ്ണിയല്ലോ. ഒക്കത്തിനും എനിക്കുത്തരം തന്നെൻ്റെ ആഗ്രഹം സഫലമാക്കിയിട്ടുണ്ടല്ലോ. എൻ്റെ കടിയങ്ങാടപ്പൻ സഫലമാക്കി. ശ്രീകോവിൽ തുറന്നപ്പോൾ തിരുമുഖം കണ്ടു ഞാൻ മനസ്സും ശരീരവും ധന്യമായി. കടിയങ്ങാടപ്പൻ്റെ തിരുമുൻപിലായി നിറകണ്ണുമായി ഞാൻ കാത്തുനിന്നു. നിറദീപം തെളിയുമ്പോൾ ഒരു നോക്കു കാണുവാൻ തിക്കിത്തിരക്കി ഞാൻ മുന്നിലെത്തി. എൻ്റെ കടിയങ്ങാടപ്പൻ്റെ മുന്നിലെത്തി.